അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് വയനാട്ടിലാണ്, അമ്മയുടെ വീട്ടില്. രാവിലെ എണീച്ച് പുറത്ത് വന്നപ്പോ തന്നെ കാണുന്നത് ഇതാണ്. നല്ല കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അൻവിക്കുട്ടി ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എണ്ണൊക്കെ നല്ല വിജയന്റെ കെട്ടുനിറക്കി വന്നാണ്. അപ്പൊ രാവിലെ വർക്ക് ഉള്ളതുകൊണ്ട് തിരിച്ചു പോവാണ്. പുറത്ത് ഭയങ്കര തണുപ്പാണ്, തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ അകത്തേക്ക് പോയപ്പോ അമ്മമ്മ അടുക്കളയിൽ പണിയിലാണ്, ദോശയും ചട്നിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണുത്ത് കുറച്ചുകൊണ്ട് നല്ല അടിപൊളി ചൂട് ദോശയും ചട്നിയൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ച് പുറത്ത് വന്നപ്പോ നമ്മുടെ പൊന്നു സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ നേരെ പോയി സുഖിലച്ചനോട് ഷൈമല്യമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഞാനിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് മാറ്റിയും കഴിഞ്ഞ് അപ്പത്തേ വിനു ഓഫീസിൽ പോകാൻ വന്നിട്ടുണ്ട്. ഞാനും എല്ലാരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ഞാൻ ഇന്ന് വിനുവിന്റെ കൂടെയാണ് പോകുന്നത്. ഇന്ന് നോർമലി പോകുന്ന പോലെ അല്ലാണ്ട് അവന്റെ കൂടെ കൽപ്പറ്റ വരെ പോയിട്ട് അവിടുന്ന് ബസ് കയറാന്ന് വിചാരിച്ച്. ബൈക്ക് പോകുമ്പോൾ രാവിലത്തെ തണുപ്പ് നല്ല രീതിയിൽ അറിയാണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വയനാട്ടിൽ നല്ല തണുപ്പാണ്. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ കൽപ്പറ്റ എത്തി. അവൻ എന്നെ കൽപ്പറ്റ പഴയ സ്റ്റാൻഡിൽ ഇറക്കി തന്നിട്ട് ഓഫീസിൽ പോയി. സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോഴും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്റ്റാൻഡിൽ വന്ന് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല, നമുക്ക് അപ്പത്തേക്കും ബസ് കിട്ടി. അങ്ങനെ ബസ് കൽപ്പറ്റയിൽ എടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴും ഇനിയിപ്പോ എന്നാ ഇങ്ങോട്ടൊക്കെ വരിക എന്നുള്ള ചിന്തയായിരിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ചുരത്തിൽ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിലും ചുരം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ബ്ലോക്കുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും രാവിലെ 10:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഈങ്ങാപ്പുഴ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ വീടിന്റെ അടുത്തേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് അത് മിസ്സായത്. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു നോക്കിയപ്പോൾ അമ്മയുടെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുമിച്ച് പോവാന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ വന്ന് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണെങ്കിലും ഇവിടെ നല്ല ചൂടാണ്. ഈ സ്വെറ്റ് ഷർട്ട് ഒന്നും ഇവിടെ ഇട്ട് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗൈസ്.